ഹായ് ഫ്രണ്ട്സ്, ആരംഭം ഫ്ലവേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അതിനകത്ത് നിങ്ങൾക്കിപ്പോൾ കാണിക്കാൻ ഞാൻ ഇന്നത്തെ സെയിൽ വീഡിയോ ഇടുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ്, ഡെൻഡ്രോബിയത്തിൻ്റെ കുറച്ച് പ്ലാന്റ്സ്, സെറ്റ് ചെയ്ത പ്ലാന്റ്സ്, വേരൊക്കെ പിടിച്ച് ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയ കുറച്ച് പ്ലാന്റ്സ്, നല്ല അടിപൊളി പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് ആദ്യമായിട്ടൊക്കെ ഓർക്കിഡ് നടുന്നവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. അപ്പോൾ അവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും, നമ്മൾ ചെറിയ സീഡ്ലിങ്സ് മേടിച്ച് എങ്ങനെയാണ് വളർത്തിയെടുക്കുക, അത് ശരിയാവോ ഇല്ലയോ എന്നൊക്കെ കുറേ പേർക്ക് ടെൻഷനാണ്. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ വളർത്തിയെടുത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സെയിൽ വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ സൈസ് കാണിച്ചു തരാം. ഇതേപോലത്തെയൊക്കെ സൈസാണ്. കുറച്ച് പ്ലാന്റ്സൊക്കെ ഈ സൈസായിരിക്കും. കാരണം ഷൂട്ടൊക്കെ വന്ന് വേരൊക്കെ പിടിച്ച് ഇരിക്കുന്ന പ്ലാന്റ്സാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ ഇതിന് നെക്സ്റ്റ് പോട്ടിലേക്ക് സുഖമായിട്ട് മാറ്റാം കേട്ടോ. ഇതിൻ്റെ അടുത്ത സൈസ് പോട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ പെട്ടെന്ന് അടുത്ത ഗ്രോത്ത് കാണിക്കും. അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് തന്നെ വീണ്ടും ഷൂട്ട് വന്ന് കുറച്ചും കൂടി ഉഷാറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയാൽ മതി. ഈ പ്ലാന്റ് ഉണ്ടോ, ഇതൊക്കെ നല്ല സൈസായിട്ടുള്ള നല്ല റൂട്ട് പിടിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ. പുതിയ റൂട്ട്സൊക്കെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അടിപൊളി പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ നമ്മൾ പോട്ടതിന് ശേഷം വന്ന പുതിയ ഷൂട്ടുകളാണ്. പുതിയ റൂട്ട്സൊക്കെ വന്ന് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇതുണ്ടോ, ഇത് മിക്സഡ് സൈസ് തന്നെയാണ്. ഇത് മിക്സഡ് സൈസാണ് സംഭവം വരുന്നത്. അപ്പോൾ ഒരു പ്ലാന്റ് സൈസ് ആയിരിക്കില്ല മറ്റേന്ന് വരുന്നത്. ചിലത് ഷൂട്ടായിരിക്കും കൂടുതൽ, ചിലത് പ്ലാന്റിൻ്റെ ഹൈറ്റ് ആയിരിക്കും കൂടുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് നോക്കുവാണെങ്കിൽ കണ്ടോ, ഇതിനകത്ത് കണ്ടോ ഒത്തിരി ഷൂട്ട്സാണ് വരുന്നത്, പക്ഷേ ഹൈറ്റ് അധികം ഇല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ ഓരോ പ്ലാന്റിനും ഓരോ സ്വഭാവമാണ്. ഇത് ഷൂട്ടുകൾ ഇങ്ങനെ ഒത്തിരി ഷൂട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും പഡും വരും. അപ്പോൾ അതൊക്കെ പല സൈസാണ്, പല സ്വഭാവമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്ലാന്റ്സ്. എല്ലാം ഒരേ രീതിയിൽ വളർന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് എടുത്താലും ഇതിന്ന് ഊരി പോകരുത്. ആ രീതിയിൽ നമ്മൾ വേര് പിടിച്ച പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് ടൈറ്റായിട്ട് പിന്നെ അനക്കി വയ്ക്കാൻ പാടില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് പിടിച്ച് വളരും. ഇതൊക്കെയാണ് ഈ പ്ലാന്റൊക്കെ സൈസ് കേട്ടോ. അപ്പോൾ പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഓർക്കിഡ് വളർത്താൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പലപ്പോഴും ട്രൈ ഒക്കെ ചെയ്തിട്ട് നിരാശരായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഒന്ന് നോക്കാം. ഇതിലൊരു കാര്യം വന്നിട്ട് ഇതിനകത്ത് കളർ സെലക്ഷൻ പോസിബിൾ അല്ല, മിക്സഡ് കളേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് 5 വ്യത്യസ്തങ്ങളായിട്ടുള്ള കളേഴ്സായിട്ടായിരിക്കും ഞാൻ അയച്ചു തരുന്നത്. നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ 5, 5 or 10 കളറായിട്ട് ഞാൻ പ്രത്യേകം അയക്കുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ, പല കളേഴ്സായിട്ട്. റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്ലാന്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 190 രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ്. ഇത്രയും വലിയ പ്ലാന്റ്സ് 190 രൂപയായിരിക്കും. ഇതിൻ്റെ 5 പ്ലാന്റ് ആയിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 180 രൂപ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. 180 രൂപ. ഈ വേര് പിടിച്ച വലിയ പ്ലാന്റ്സ് 180 രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതേസമയം നിങ്ങൾ 10 പ്ലാന്റ് ഒന്നിച്ചാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് 170 രൂപ വെച്ചായിരിക്കും ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത്. 170 രൂപ ആയിരിക്കും റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയും ആയിട്ടുള്ള ഓഫർ. ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉള്ളവർക്കൊക്കെ വളർത്തി ട്രൈ ചെയ്യാവുന്ന സംഭവമാണ് കേട്ടോ. ഇത് ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. പോർട്ട് ഉൾപ്പെടെയായിരിക്കും അയക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സ് എടുക്കുമ്പോഴത്തേക്ക് കൊറിയർ ചാർജിൽ വ്യത്യാസം വരും. ഒരു പ്ലാന്റ് എടുത്താൽ 5 പ്ലാന്റ് എടുക്കുമ്പോഴും 10 പ്ലാന്റ് എടുക്കുമ്പോഴൊക്കെ കൊറിയർ ചാർജിൽ വ്യത്യാസം വരും. അത് മനസ്സിലാക്കുക. അതനുസരിച്ചായിരിക്കും കൊറിയർ ചാർജിൽ ഇടുന്നത്. ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. സ്പീഡ് പോസ്റ്റ് ആണോ DTDC ആണോ എന്ന് സ്പെഷ്യലായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പറയുക. ഏത് പ്ലാന്റ്സ് ആണ് വേണ്ടത് ഏത് കൊറിയർ സർവീസ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.